ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു XUV വർക്കിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെക്ക് എൻജിൻ വാണിംഗ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ടാണ്. പിന്നെ ടയർ അലൈൻമെൻറ്റ് അതിനൊക്കെ ആയിട്ട് ആണ് ഇന്നത്തെ വർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മുടെ കയ്യിൽ സ്കാനർ ഉണ്ടായില്ല. അപ്പോൾ സ്കാനറിനായിട്ട് നമ്മൾ വേറെ വർക്ക്ഷോപ്പിലേക്ക് പോയി നോക്കാണ്. കോഡാണ് മെയിനായിട്ട് നമ്മുടെ എഞ്ചിൻ്റെ ഫ്യൂവലിൻ്റെ ബൂസ്റ്റ് പ്രഷർ സെൻസർ പറഞ്ഞിട്ട് നമ്മളെ ഈ ജെറുഡൊക്കെ ഫ്ലോവർ ടർബൈൻ്റെ ഒക്കെ അതാ വലിയ കുറവൊന്നും കണക്കില്ല. വലിയ കുറവൊന്നും അത്ര തോന്നുന്നില്ല. ഫോട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയിൽ കത്തിക്കിടന്ന് പറഞ്ഞ ചെക്ക് എൻജിൻ വാണിംഗ് ലൈറ്റൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞായിരുന്നു. ഇനി നമ്മൾ രണ്ടാമത് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അത് വരുന്നുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഇതിന് ചെക്ക് എൻജിൻ ലൈറ്റ് കത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുപോയി സ്കാൻ ചെയ്തു, കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ നമ്മുടെ ഫ്യൂവൽ ലൈനിൽ പ്രഷർ കുറവാണെന്നാണ് പറയണത്. അപ്പോൾ തൽക്കാലത്തിന് ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്, സ്കാൻ ചെയ്തിട്ട്. ഇനി അഥവാ ആ ചെക്ക് എൻജിൻ ലൈറ്റ് വരികയാണെങ്കിൽ നമുക്കത് അയച്ചിട്ട് റെഡിയാക്കേണ്ടി വരും. ഇപ്പോൾ എന്തെങ്കിലും സംഭവം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇതപ്പോൾ റണ്ണിങ്ങിൽ ഇതാ ഓക്കെ, ഒന്നും കത്ത് ലൈറ്റുകളൊന്നും കത്തണില്ല. വണ്ടി എന്തെങ്കിലും റെഡിയായിട്ട്. അപ്പോൾ നമ്മുടെ യഥാർത്ഥ വണ്ടിയുടെ അസുഖം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ടർബോ കംപ്ലൈൻ്റ് ആണ്. വട്ടത്തിലാണ്. ടർബോ പണിയാനായിട്ടൊരു 38 രൂപയോളം വരും പുതിയ ടർബോയ്ക്ക്. എന്താണ് അവസ്ഥ? അപ്പോൾ നമ്മുടെ വണ്ടിയുടെ യഥാർത്ഥ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചേക്കാണ്. അപ്പോൾ വണ്ടിക്ക് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ ലൈനിൽ പ്രഷർ കുറവാണ്. പിന്നെ ടർബോ കംപ്ലൈൻ്റ് ആണ്. ടർബോയ്ക്ക് ഇങ്ങനെ പോലും 36,000 വില വരും. അപ്പം നമ്മൾ ടർബോ മാറില്ല, ടർബോൻ്റെ കോറ് മാത്രമായിട്ടാണ് മാറുന്നത്.